ഹലോ സുഹൃത്തുക്കളെ, നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും സന്തോഷത്തിലാണ് ഇരിക്കുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 2-3 ആഴ്ചകളിലായിട്ട് മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇന്നലെ ആൾക്കാർക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തിട്ടുണ്ടാവും. കാരണം ഇന്നലെ ഓൾ ടൈം ഹൈയിൽ നിന്ന് ഒരു 10-300 പോയിന്റിനോളം നിഫ്റ്റി താഴോട്ട് വീണുണ്ട്. പക്ഷെ ഡാറ്റ പരിശോധിക്കുമ്പോൾ അത് ശരിക്ക് വെള്ളിയാഴ്ചത്തെ വീക്ക്ലി പൊസിഷൻ ക്ലോസ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ചില റീറ്റെയിലേഴ്സ് പൊസിഷൻ എക്സിറ്റ് ചെയ്ത് മാറിയതായിട്ട് നമുക്ക് ഡാറ്റ പരിശോധിക്കുമ്പോൾ മനസ്സിലാവും. അത് കുറച്ച് കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയാം. എങ്കിലും ഇന്നലെ നിഫ്റ്റി ക്ലോസ് ചെയ്തത് പോസിറ്റീവിൽ തന്നെയാണ്. ജസ്റ്റ് ഫ്ലാറ്റ് 0.05% ഫ്ലാറ്റ് ആണ്. ജസ്റ്റ് 12.5% മാത്രമാണ് ഗെയിൻ ചെയ്തിട്ടുള്ളത്. എങ്കിലും നെഗറ്റീവ് ആയിട്ടല്ല ക്ലോസ് ചെയ്തേക്കുന്നത്, പോസിറ്റീവ് ആയിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്തേക്കുന്നത്. അത് നമ്മൾ വലിയ രീതിയിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഗ്ലോബൽ മാർക്കറ്റ്സ് നമുക്ക് നോക്കിയിട്ട് വരാം. ഗ്ലോബൽ മാർക്കറ്റ്സ് നിങ്ങൾക്കറിയാം, ഇന്ന് പുലർച്ചെ 1:30 വരെ ട്രേഡ് നടത്തുന്നുണ്ട്. നമ്മുടെ നിഫ്റ്റി ആണെങ്കിൽ പുലർച്ചെ 2:30 വരെ ട്രേഡ് നടത്തിയിട്ടുണ്ട്. അപ്പോൾ 1:30 വരെ ഗ്ലോബൽ മാർക്കറ്റ്സ് ട്രേഡ് നടത്തി ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡോ ഫ്യൂച്ചർ നോക്കുകയാണെങ്കിൽ 1.40% പോസിറ്റീവിലാണ്. നാസ്ഡാക്ക് 1.50% പോസിറ്റീവിലാണ്. ഡോ ജോൺസും 1.38% പോസിറ്റീവിലാണ്. S&P 500 1.47% പോസിറ്റീവിലാണ്. ഫഡ്സ് 1.16% പോസിറ്റീവിലാണ്. CAC 14 ഫ്രാൻസ് മാർക്കറ്റ് 2.28% പോസിറ്റീവിലാണ്. ഡാക്സ് ജർമ്മൻ മാർക്കറ്റ് 2.56% പോസിറ്റീവിലാണ്. നിക്കി മാർക്കറ്റ് 0.96%, 1% അടുപ്പിച്ച് പോസിറ്റീവാണ്. ഹോങ്കോങ് മാർക്കറ്റ് 1.72% പോസിറ്റീവിലാണ്. അപ്പൊ മേജർ ആയിട്ടുള്ള 9 ഇൻഡെക്സുകളും 1.5% പോസിറ്റീവ് സെന്റിമെന്റോട് കൂട്ടിയിട്ടാണ് എല്ലാ ഇൻഡെക്സുകളും മേജർ ആയിട്ടുള്ളത് ക്ലോസ് ചെയ്തേക്കുന്നത്. നിക്കി മാർക്കറ്റ് മാത്രമാണ് 1% പോസിറ്റീവ് ആയിട്ടുള്ളത്. ബാക്കി എല്ലാതും 1.5% അടുപ്പിച്ച് പോസിറ്റീവ് സെന്റിമെന്റ് കൂടിയിട്ടാണ് ക്ലോസ് ചെയ്തത്. അതിന്റെ അർത്ഥം അത് ഗംഭീര പോസിറ്റീവ് സെന്റിമെന്റ് മാർക്കറ്റിൽ വന്നിട്ടുണ്ട്. കാരണം തേടി പോകേണ്ട ആവശ്യമില്ല. എന്ത് കാരണം കൊണ്ടായാലും നമ്മളെ സംബന്ധിച്ച് മാർക്കറ്റ് മുകളിലേക്ക് പോകണം, അതാണ് നമ്മുടെ ആഗ്രഹം. ഓക്കെ, അതിനനുസരിച്ച് തന്നെ ഇപ്പൊ ഗ്ലോബൽ മാർക്കറ്റുകളും ബിഹേവ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ നിഫ്റ്റി എവിടെ ട്രേഡ് ക്ലോസ് ചെയ്തത് പുലർച്ചെ 2:30 നിഫ്റ്റി 24,532 ക്ലോസ് നടത്തിയത്. നമ്മുടെ മാർക്കറ്റ് ഇപ്പൊ നിലവിൽ ഫ്രൈഡേ ക്ലോസ് ചെയ്തേക്കുന്നത് 24,346 നിഫ്റ്റി ഇപ്പൊ ഇന്ന് പുലർച്ചെ ക്ലോസ് ചെയ്തേക്കുന്നത് 24,532. അതായത് ഒരു 180 പോയിന്റോളം അപ്സൈഡ് ആയിട്ടാണ് മൺഡേ മാർക്കറ്റ് ഓപ്പൺ ആവാൻ, ഗ്യാപ്പ് അപ്പ് ആവാനുള്ള വളരെയധികം ചാൻസ് കൂടുതലുണ്ട്. പിന്നെ നിങ്ങൾക്ക് അറിയാം, മൺഡേ മാർക്കറ്റ് നമ്മുടെ 9:15 ഓപ്പൺ ആവും. അതിന് മുമ്പ് ഒരു 6 മണി 6:15 ആകുമ്പോൾ നിഫ്റ്റി ഈ ട്രേഡ് ഓപ്പൺ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ചെറിയ വ്യത്യാസങ്ങൾ കൂടി വരാം. ആ സമയത്ത് പോസിറ്റീവ് തന്നെയാണെങ്കിൽ ഒരു 200 പോയിന്റ് ഉറപ്പായിട്ട് നമുക്ക് ഗ്യാപ്പ് പ്രതീക്ഷിക്കാം. ആ സമയത്ത് ചെറിയ ഗ്യാപ്പ് ഡൗൺ വരികയാണെങ്കിൽ അതിനനുസരിച്ച് വ്യത്യാസം വരാം. ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 180 പോയിന്റോളം ഗ്യാപ്പ് അപ്പ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇനി ഇന്നലെ പ്രോഫിറ്റ് ബുക്കിംഗ് കണ്ടപ്പോൾ ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവും ഇന്നലെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെല്ല് ചെയ്തിട്ടുണ്ടായിരിക്കുന്നു. പക്ഷെ ഒരിക്കലും അവർ സെല്ല് ചെയ്തിട്ടില്ല. ഇന്നത്തെ അവരുടെ ഡാറ്റ പരിശോധിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. അവര് 2,769 കോടി രൂപ ഇന്നലെ ബൈ നടത്തിയിട്ടുണ്ട്. 2,769 കോടി രൂപ ബൈ നടത്തിയിട്ടുണ്ട്. അപ്പൊ ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്, ആഭ്യന്തര നിക്ഷേപകര് സെല്ല് ചെയ്തിട്ടുണ്ടോ നോക്കുമ്പോൾ അതും സെല്ല് ചെയ്തിട്ടില്ല. ആഭ്യന്തര നിക്ഷേപകരെ 3,290 കോടി രൂപയ്ക്ക് അവരും ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോ വിദേശ നിക്ഷേപകരും ആഭ്യന്തര നിക്ഷേപകരും ബൈ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. അപ്പൊ നമ്മുടെ റീറ്റെയിലേഴ്സ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം തന്നെ റീറ്റെയിലേഴ്സ് ആണ്. 2 ദിവസം മാർക്കറ്റ് അവധിയാണ്, ശനി ഞായർ. അപ്പൊ അതിനാൽ തന്നെ റിസ്ക് എടുക്കാൻ ബുദ്ധിമുട്ടുള്ള ആളുകൾ പൊസിഷൻ എക്സിറ്റ് ചെയ്ത് സേഫ് സോൺ ആക്കി വെച്ചിട്ടുണ്ടെന്ന് മാത്രം. അതിന്റെ ഭാഗമായിട്ട് ചില പ്രോഫിറ്റ് ബുക്കിംഗ് വന്നു മാത്രം പരിഗണിക്കാവുന്നുള്ളൂ. അതല്ലാതെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും അവർ സെല്ല് നടത്തിയിട്ടില്ല. 2 പേരും ബൈ തന്നെയാണ് നടത്തിയിട്ടുള്ളത്. ഈ ആഴ്ച മൊത്തം നോക്കുകയാണെങ്കിൽ ഈ ആഴ്ച വ്യാഴാഴ്ചക്ക് അറിയാം മുടക്കായിരുന്നു. ബാക്കി 4 ട്രേഡിംഗ് ദിവസം ഉണ്ടായിരുന്നു. 4 ട്രേഡിംഗ് ദിവസം വിദേശ നിക്ഷേപകരും ബൈ മോഡൽ തന്നെയാണ്. ആഭ്യന്തര നിക്ഷേപകരും 4 ദിവസം ബൈ മോഡൽ തന്നെയാണ്. മേജർ പ്ലെയേഴ്സ് ആരും തന്നെ സെല്ല് ചെയ്തിട്ടില്ല. കൃത്യമായിട്ട് അതിന്റെ ഡാറ്റ നമുക്കുണ്ട്. തിങ്കളാഴ്ച 2,474 കോടി രൂപയ്ക്കാണ് വിദേശ നിക്ഷേപകർ ബൈ നടത്തിയത്. ആഭ്യന്തര നിക്ഷേപകര് 2,817 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്.
ചൊവ്വാഴ്ച വിദേശ നിക്ഷേപകര് 2385 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര നിക്ഷേപകര് ചൊവ്വാഴ്ച 1369 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്. ബുധനാഴ്ച വിദേശ നിക്ഷേപകര് ബൈ വളരെയധികം ചെറുതായി കുറച്ചു, 50 കോടി രൂപയ്ക്ക് മാത്രം ബൈ നടത്തിയിട്ടുള്ളൂ. പക്ഷെ ആഭ്യന്തര നിക്ഷേപകര് 1792 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്. വ്യാഴാഴ്ച മാർക്കറ്റ് അവധിയാണ്. വെള്ളിയാഴ്ചത്തെ ഡാറ്റ ഞാൻ വായിച്ചു കഴിഞ്ഞു. വിദേശ നിക്ഷേപകര് 2769 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്. ആഭ്യന്തര നിക്ഷേപകര് 3290 കോടി രൂപയ്ക്ക് ബൈ നടത്തിയിട്ടുണ്ട്. അപ്പോ അവരെല്ലാം തന്നെ ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഇനി ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ഇൻഡെക്സ് ഫ്യൂച്ചറിലുള്ള അവരുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ആഴ്ച നമ്മൾ ബിഡി ചെയ്യുമ്പോൾ 38% മാത്രമായിരുന്നു ലോങ് പൊസിഷൻ ഉണ്ടായിരുന്നത്. അതിന് മുമ്പത്തെ ആഴ്ച 30% നിന്നും 38% വർദ്ധിപ്പിച്ചു കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അതിന്റെ അവരുടെ ഡാറ്റ നോക്കുകയാണെങ്കിൽ 47% അവർ ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതായത് 38% നിന്ന് 47% എന്ന് പറയുമ്പോൾ ഒരു 9% അടുത്ത് ഒരു ഒറ്റ ആഴ്ച കൊണ്ട് അവർ ലോങ് പൊസിഷൻ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 47% ലോങ് ആക്കി എന്ന് പറയുമ്പോൾ മാർക്കറ്റ് നമ്മൾ എന്താണ് എക്സ്പെക്ട് ചെയ്യേണ്ടത്? ഒന്നുകിൽ അവര് നല്ല ബുള്ളിഷായി വന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലാത്ത പക്ഷം ഒരു ചെറിയൊരു കൺസോൾട്ടേഷൻ എക്സ്പെക്ട് ചെയ്യാം. അതിനെ തുടർന്ന് വീണ്ടും മുകളിലേക്ക് തന്നെ പോകുമെന്നാണ് അതിൽ നിന്ന് റീഡ് ചെയ്തെടുക്കാൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോ ഇതാണ് അടുത്ത ആഴ്ച അവസ്ഥ. നിഫ്റ്റിയുടെ സപ്പോർട്ട് റെസിസ്റ്റൻസ് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് റെസിസ്റ്റൻസ് വരാൻ സാധിക്കുന്നത് 24,800 ഒരു റെസിസ്റ്റൻസ് വരാൻ സാധിക്കുന്നുണ്ട്. 24,800 സപ്പോർട്ട് 24,000 പരിഗണിക്കാവുന്നതാണ്. ഓക്കെ, ഇതാണ് അടുത്ത ആഴ്ചയുടെ നിഫ്റ്റിയുടെ എനിക്കുള്ള വ്യൂ. ഓക്കെ, നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ വീഡിയോക്ക് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണമെന്ന് വിനീതമായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. ഓക്കെ, ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക് യു, ബൈ ഓൾ.